പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും കൊച്ചിൻ പിച്ച് ഔട്ട് തിയേറ്റേഴ്സിന്റെ ഓർക്കസ്ട്ര ഗാനമേളയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. കൊച്ചിൻ പിച്ച് ഔട്ട്, കൊച്ചിൻ പിച്ച് ഔട്ട്. Come on. Pitch out. കൊച്ചിൻ പിച്ച് ഔട്ട്. തുടക്കം സൂപ്പറായിട്ട് കാര്യമില്ല. ഇത് ഈ നാട്ടിൽ നടത്തേണ്ട പരിപാടിയല്ല. ഈ നാട്ടിലെ ഷോ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അമേരിക്കൻ പരിപാടിയുടെ റിഹേഴ്സലാണ്. ഓക്കെ, നമ്മുടെ സ്പോൺസർ ജെയിംസ് അച്ചായൻ വന്നു കഴിഞ്ഞ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളെ അമേരിക്ക കൊണ്ടുപോകൂ. ചന്ദ്രൻ ചേട്ടോ, ഈ അമേരിക്കയിൽ എത്ര പേര് പോകുന്നുണ്ട്? അമേരിക്കയിൽ 5 പീസ് പോകുന്നുണ്ട്. അല്ല, ഇത് ആരൊക്കെയാ കൊണ്ടുവന്നു? ഇത് ആരൊക്കെയാന്ന് ഞാൻ ട്രൂപ്പിന്റെ ഓണറും മെയിൻ ഗായകനുമായി ഞാനുണ്ടല്ലോ. പിന്നെ തബലയുണ്ട്, ഡ്രംസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്. അതെന്നാ പരിപാടിയാ? തബലയും ഗിത്താറൊക്കെ മാത്രം കൊണ്ടുപോയപ്പോ ഞങ്ങളെ കൊണ്ടുപോണില്ലേ? പൊട്ടന്മാരെ, നിങ്ങളില്ലാണ്ട് ഇതും കൊണ്ട് പോയിട്ട് ഞാൻ എന്നെ സഹായിക്കാനാ? മ്യൂസിക് വരും. ആ ടൈറ്റിൽ സോങ് ഒന്നുകൂടെ നോക്കണേ. 3, 4. ജെയിംസ് അച്ചായൻ, നമ്മുടെ സ്പോൺസർ ജെയിംസ് അച്ചായൻ. ജെയിംസ് അച്ചായൻ 1000 പൂച്ചയുണ്ട്. 1000 പൂച്ചയുണ്ട്. 1000 പൂച്ചയുണ്ട്. 1000 പൂച്ചയുണ്ട്. പൂച്ചയുണ്ട്, കോഴിയുണ്ട്, പട്ടിയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്, സെറ്റപ്പും ഉണ്ട്. അയ്യോ, അപ്പൊ വീട്ടുകാരറിഞ്ഞ പ്രശ്നമാവില്ലേ? അല്ലാതെ സെറ്റപ്പ് എടാ, നിങ്ങൾ വന്ന അവിടെ എനിക്ക് സെറ്റപ്പ് ഉണ്ടെന്ന്, വെള്ളം അടിക്കാനും കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന്. അതിന് അപ്പോഴേ അച്ചായ, നമ്മള് എത്ര പീസാണ് ഇവിടുന്ന് പോകുന്നത്? നമ്മൾ 6 പീസാണ് ഇവിടുന്ന് പോകുന്നത്. 5 പീസല്ലേ ഉള്ളൂ? അല്ല, ജയന്തി ഉണ്ട്. ആണോ? അതേത് ഇൻഷുറൻസാ? അത് മോർസംഗ്. എടാ, ജയന്തി എന്ന് പറഞ്ഞ ആരാന്നറിയാ? സീരിയൽ താരമാ. അവരാണ് മെയിൻ. സീരിയൽ താരമൊക്കെ ഉണ്ടോ നമ്മുടെ കൂടെ? അവരാണ് മെയിൻ. നിങ്ങളെ കൊണ്ടുപോകും. ചുമ്മാ ആലീസ് എന്ന് പറഞ്ഞ എന്റെ ഭാര്യ മുമ്പിൽ കണ്ണിൽ പൊടിയിടാണ്ട് കൊണ്ടുപോകണം നിങ്ങളെ. അതെ. വേറെ കേസുണ്ട്. അമേരിക്ക പോണ ഷോയ്ക്ക് സീരിയൽ നടി ഉണ്ടെങ്കിൽ സീരിയൽ നടിയൊക്കെ റിഹേഴ്സൽ വന്നല്ല, ചുമ്മാതെ പരിപാടി നടക്കൂല. അവിടെ ഏതാ പരിപാടി? സീരിയൽ നടിയാണ്. ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ലാഗാണോ? പതുക്കെ അല്ലേ പോകുള്ളൂ. അതുപോലെ അവൾ പതുക്കെ ലാഗ് ചെയ്താൽ ഇങ്ങോട്ട് വരും, വരാതിരിക്കില്ല. അത് മതി. പക്ഷെ എനിക്കെന്ന് പറഞ്ഞേ, ആലീസ് അറിയരുത്. ആലീസ് അറിഞ്ഞ പ്രശ്നമാവും ജയന്തി ഉണ്ടെന്ന് പറഞ്ഞ. അതാ നിങ്ങളെ ഞാൻ ഇതിന്റെ അകത്തേക്ക് എടുത്തിട്ടേക്കണത്. ശരി, മനസ്സിലായോ? എനിക്ക് ഈ ലോകത്താകപ്പാടെ 2 പേരെ പേടിയുള്ളൂ. ഒന്ന് ആലീസും, പിന്നെ പോലീസും. എല്ലാം റെഡിയാണല്ലോ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ അമേരിക്കൻ ട്രിപ്പ് പോകാൻ വേണ്ടിയാണ് ഗായ്സ്. ഞങ്ങൾ അവിടെ പ്രോഗ്രാം ഒക്കെ പോയി അടിച്ച് പൊളിക്കാൻ പോകണം ഗായ്സ്, 1 മാസം. സോ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ ഷെയർ ചെയ്യണം ഗായ്സ്. യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ട ഗായ്സ്, മദളമുണ്ട്, ചെണ്ടയുണ്ട്, ഗിറ്റാറുണ്ട്, വയലിനുണ്ട്, എന്റെ പൊന്നി എനിക്ക് എല്ലാം ഉണ്ട് ഗായ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഗായ്സ് ഞാൻ 1 മാസം അവിടെ വരാൻ പോകുന്നത്. അപ്പൊ ആരും മറക്കരുത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്റെ ചാനലിനെ ഷെയർ ചെയ്യണം. അപ്പൊ ടാറ്റാ, ബൈ, സീ യു. അപ്പൊ നമുക്ക് അവിടെ കാണാം ഗായ്സ്. പൊക്കം കുറഞ്ഞു പോയോ? ഫൈൻ. എന്താ 3 ഫൈന്? ഞാനിങ്ങനെ പോന്നപ്പോ എയർപോർട്ടിൽ 2 ഫൈൻ അടിക്കേണ്ടി വന്നു. അതിപ്പോ കൂട്ടി പറഞ്ഞതേ. ഇതാണ് നമ്മുടെ ട്രൂപ്പിന്റെ മാനേജർ ഫ്രം ഗായകൻ ചന്ദ്രൻ. പിന്നെ ഹായ് ചന്ദ്രൻ, ഹൗ ആർ യു? മറ്റേ അങ്ങനെ പറഞ്ഞ സാധനം തന്നെ. എന്താ ഇത്? ഫൈൻ മേടിക്കാനായിട്ട് നിൽക്കുക. അതുപോലെ ബിബ്രയിലും പോയി നിൽക്കട്ടെ. അതല്ല, ഇപ്പൊ കൊടുത്തില്ലേ ഫൈൻ? ഞങ്ങൾക്ക് കൂടി വേണമല്ലോ. കല്യാണം കഴിച്ച് 2 പിള്ളേരും ഇല്ല, നാണയില്ല. സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് കിറ്റ് കൊടുത്താൽ മേടിച്ചിട്ട് ഒരു വിഷമമാണ്. അമേരിക്ക ഒറ്റണത്തിനെ കൊണ്ടുപോയി. എന്നെ പ്രശ്നം ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. മാട്ട ട്രൂപ്പാണല്ലോ. ഇല്ല, നമുക്ക് ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാം. റിഹേഴ്സൽ തുടങ്ങണ്ടേ? റിഹേഴ്സൽ തുടങ്ങാം. അച്ഛാ, പുതിയൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയത് ഞാൻ അറിഞ്ഞായിരുന്നു. പുതിയ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്ത കഴിഞ്ഞ ആഴ്ച. ഒറ്റ ടേക്കിന് ഞാൻ ഓക്കെ ആക്കി. പിന്നെ എത്ര ടേക്ക്? 100 ടേക്ക് എടുത്തു. അതിൽ 101ാമത്തെ ഓക്കെ ആയെന്നാ പറഞ്ഞത്. പിന്നെ ചെലവുണ്ട്. പിന്നെ ചെലവിനായിട്ട് ഞാനേ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ബണ്ണ് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ലേ? ഏതരം ബണ്ണാണത്? ആണോ? പിന്നെ നമുക്ക് റിഹേഴ്സൽ. ഞാനേ ഒരു മതസൗഹാർദ്ദ ഗാനം പാടുന്നുണ്ടേ. എന്റെ ഫസ്റ്റ് സോങ് അതാണ്, മതസൗഹാർദ്ദ ഗാനം. പാടാ. 3, 4. മനുഷ്യൻ
മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. മണ്ണോ? അല്ല, മണ്ണു പങ്കു. ഈ ജെയിംസ് അച്ഛൻ ഇപ്പൊ മണ്ണ് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? തെറ്റിപ്പോയില്ലേ സാധനം? ഞാൻ മറ്റേ മണ്ണ് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണോ നീ മണ്ണ് വെച്ച് പാടിയത്? ആ ഫ്ലോ അമേരിക്ക വിജയിക്കല്ലോ. അല്ലല്ല, അമേരിക്ക ഞാൻ സൂപ്പറായിട്ട് പാടും. ഞങ്ങളുടെ ഒരു ഡ്യുവറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ പാട്ടുണ്ടോ? പിന്നെ അതാണെങ്കിൽ നമുക്കൊന്ന് റിഹേഴ്സൽ നോക്കാം. അപ്പൊ 2 മൈക്കിൽ 1 മൈക്കുള്ളൂ. നിങ്ങൾ പാടിക്കോ, കുഴപ്പമില്ല. റിഹേഴ്സൽ നോക്കാം. എനിക്ക് മൈക്ക് വേണോ? ഓക്കെ. എടാ ഒന്ന് വായിച്ചു കൊടുക്കണം. ആലീസ വിളിക്കണു. ആലീസ, ആലീസ, ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ പുള്ളിക്ക് ഭാര്യ ഇത്ര പേടിയാണോ ഇത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് റിഹേഴ്സ് ചെയ്യാം. ആ ശ്രുതി എന്നിട്ട് 1.5 ശ്രുതി ശങ്കര ശരീര പരാ വേദഗിരാധ പരാ ജീവേശ്വര. മ്യൂസിക് കളിക്കുന്നില്ലേ? എന്തിന്? അല്ല, ഞാൻ പാട്ട് പാടണ്ടേ? മ്യൂസിക്കടേ. അമേരിക്ക പോണ ഷോർട്ട് റിഹേഴ്സലാ. ഞങ്ങൾ 5 പേരെ ഇവിടുന്ന് അമേരിക്ക പോകുള്ളൂ. അത് ഞാനില്ലേ? നീ ഗായനൊക്കെയാണ്, അപ്പൊ സംഭവം ശരിയാണ്. പക്ഷെ നിന്നെ കൊണ്ടുപോകാൻ രക്ഷയില്ല. ഞാൻ മെയിൻ ഗായകനെ ഈ കാണാൻ ട്രൂപ്പിൽ എന്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇത് ഞാനല്ല തീരുമാനിക്കുന്ന, സ്പോൺസറാണ്. സ്പോൺസർ തീരുമാനിക്കുന്നത് നടക്കുള്ളൂ. നിനക്ക് ചാൻസ് ഇല്ല. സ്പോൺസർ ആരാ? സ്പോൺസർ ജെയിംസ് അച്ഛാ എന്തേ നിൽക്കണം? എവിടെ? ബാക്കില്. ഞാനില്ലാതെ എന്ത് പരിപാടി? അച്ഛാ നമസ്കാരം. ഞാൻ ശ്രുതിലയൻ, ഇതിലെ മെയിൻ ഗായകനാണ് ഞാൻ. സൂപ്പർ പാട്ട്, വെടിക്കെട്ട് പാട്ടാ, മുറ്റ. വെള്ളയും വെള്ളയും കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ഞങ്ങൾ കേരളത്തിൽ 3 പേര് വെള്ളയും വെള്ളയും ഉപയോഗിക്കും. ആരൊക്കെ? ഒന്ന് യേശുദാസ്, ഒന്ന് മർക്കോസ്, പിന്നെ ഈ ഞാൻ. വേറൊരാളെ ഉണ്ട്. വേറെ ആരാ? പട്ടുകാരനാ? അല്ല, TTR വെള്ളം വെള്ളം ഉപയോഗിക്കുന്നത്. അല്ല, നമ്മളെ ഈ പ്രാവശ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്തു പോയി. അടുത്ത വർഷം ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അന്ന് വിളിക്കാം. അല്ല, ഈ പ്രാവശ്യം മുമ്പ് നമുക്ക് ഗുമ്മാട്ട് പാടായിരുന്നു. വേണ്ട, നമ്മളിപ്പോ അതിനുള്ള പാട്ടുകാരുണ്ട്. ഒരാളേ ഉള്ളൂ, ചന്ദ്രൻ. ഞാൻ പാടുന്നുണ്ട്, പിന്നെ ജയന്തി പാടുന്നുണ്ട്. ഓക്കെ, ഞാൻ ആയിക്കോട്ടെ. അല്ല, എനിക്ക് വരണമെന്ന് വലിയ താല്പര്യമുണ്ട്. പുള്ളിക്കാരൻ വന്നിങ്ങനെ ഇത്രയും കിടന്ന് കെഞ്ചല്ലേ ഒരു പാട്ട്, ഒരു സോങ്. ഓക്കെ, വേണ്ട ചേ, ഓക്കെ വേണ്ട. എന്റെ കുട്ടിയുടെ പിറന്നാളായിരുന്നു, അപ്പൊ ശകലം ജ്യൂസ് കുടിക്കുന്നു. എടാ ചന്ദ്ര, കുടിക്കടാ. ഇതിലെയാ ടെൻഷൻ അടിക്കാതെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ നിനക്ക്? ഹാപ്പി ബർത്ത്ഡേ മോളോട് പറയണം. അത് കുഴപ്പമില്ലടാ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അച്ഛാ ഒരു പാട്ട് പാടാനുള്ള അവസരം. പാട്ട് പാടാന്ന് പറഞ്ഞാല് ഈ ജയന്തി പറയുന്ന സ്ഥിതിക്ക് ഒരു പാട്ട് വേണമെങ്കിൽ പാടിക്കും. ഒരു മ്യൂസിക് കിട്ടോ? മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, നേരിൽ കേൾപ്പൂ നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോമ്പ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോമ്പ് പകർത്തി, ആരാരെന്നറിയില്ലല്ലോ, അറിയില്ലല്ലോ, 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 അറിയില്ലല്ലോ. ഈ അറിയില്ലല്ലോ എന്നൊരു ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയം. ഞാൻ പറഞ്ഞില്ല, അവനത് അറിയില്ല. അറിയാത്ത ആളെയും കൊണ്ട് നമ്മൾ ട്രിപ്പിന് നമുക്ക് ഇവിടെ റിഹേഴ്സൽ നോക്കിയാ പോരെ. എന്തിനാ ഇയാളെയൊക്കെ വിളിച്ചു? ബാക്കി വേണ്ട, ബാക്കി പാടണം. സമയമില്ല, എന്റെ മലയാള സുഖം നോക്കാം. വേഗം പെട്ടെന്ന് വേണം. നമുക്ക് നരടിച്ചാലോടാ, നരടിച്ചാലോ അച്ഛാ. നരടിക്കാൻ നീ എന്നെ പ്രശ്ന വേഷത്തിന് കൊണ്ടാ നര അടിച്ചിട്ടുണ്ട്. എന്നാ നര? അതല്ലെന്ന് നരല്ലേ പാട്ടം കിട്ടിയാലോ. ആ കീച്ചു വേൽമുരുക ഹരോ ഹര. വേലായിതാ എന്തോ വരാവേ. ഞാനേ ഒരു കച്ചേരി ഉണ്ട്, നടത്തിട്ട് വരാം. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ
ഇവരൊന്നും മുഴിപ്പിക്കത്തില്ല, എല്ലാവരും ചടങ്ങാ. അവസാനം ഈ ഞാൻ മാത്രമേ എന്റെ അച്ഛന്റെ പരിപാടിക്ക് വരൂ. അങ്ങനെ എന്റെ സെറ്റപ്പ്. താണ്ട് എല്ലാരും പോകുന്ന കണ്ടില്ലേ? എവിടെ പോകും? എല്ലാവർക്കും വയ്യ, വയറിനും സുഖം എല്ലാവർക്കും. അപ്പൊ അച്ചായ, ഞാൻ വന്നാൽ കരോക്കെ ഇട്ട് കീറൊരു പാട്ടങ്ങ് പാടിക്കണം, അടിച്ചു പൊളിക്കാം. ഞാൻ ഈ മൈക്കും കൊണ്ട് വെളി കിറങ്ങാം. അമേരിക്ക വെളിക്കിറക്കാൻ ഞാൻ എത്ര ഡോളർ കൊടുക്കണമെന്ന് വരുന്നവരോ? അയ്യോ, അതല്ല, മൈക്കും കൊണ്ട് വെളിയിലിറങ്ങി ഞാൻ ആൾക്കാരെ കയ്യിലെടുക്കാൻ. എന്നെ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതിനെ കുഴമ്പ് വെച്ചോണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോണത്. അല്ല, അതുപോലെ ഞാൻ ആൾക്കാരെ കയ്യിലെടുക്കുമെന്ന്. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ അടിച്ചൊരു പാട്ട്, സൂപ്പർ പാട്ടൊക്കെ പാടാം. ഡാൻസ് കളിക്കാൻ തയ്യാറായിക്കോ? 1, 2, 3. Hey, malama pita pita de, malama pita pita de, malama pita pita de, malama pita de, malama pita pita de, malama pita pita de, malama pita pita de, pita de. Adi badi en jolly, adi chadi en badi, jolly en chadi, adi malama pita, pita, malama pita. Pita pita, malama pita pita de, malama pita pita de, malama pita pita de, malama pita de. എത്ര നേരമായിരുന്നു? അയ്യോ അച്ഛാ, അച്ഛാ ജ്യൂസ് എടുത്ത് കുടിച്ചോ? പിന്നെ ഞങ്ങൾ ദാഹിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് കുടിക്കണ്ടടാ. എന്റെ അച്ഛാ, അമ്മമാർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയല്ലേ? അതിനകത്ത് വയറിളക്കുന്ന മരുന്ന് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് കുടിച്ചാണ് അമ്മമാർക്ക് പോയിരിക്കുന്നത്. അച്ഛനടുത്ത് കുടിച്ചതാണ്. അയ്യോ ദൈവമേ, എടാ പ്രാന്ത, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ തന്നെ തീർത്താ പോരെ. ഞങ്ങൾ എന്തിനാണ് ഇതിനകത്ത് വലിച്ചടിച്ചത്? ഒറ്റ എണ്ണത്തിന് ഈ അമേരിക്കൻ ട്രിപ്പിന് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ രണ്ടും മാത്രമേ ട്രിപ്പിന് പോകുന്നുള്ളൂ. നിങ്ങൾ രണ്ടും മാത്രമേ അമേരിക്കക്ക് പോകുന്നുള്ളൂ? അമേരിക്ക